നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് നമ്മൾ മണാലിയും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ബാരാലച്ചില പാസ്, അടൽ ടണൽ, പിന്നെ മണാലി മാൾ റോട്ടിലെ ഒരു അടിപൊളി ഷോപ്പിംഗ്, അതുപോലെ തന്നെ ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ നടുക്കുള്ള ഒരു പ്രോപ്പർട്ടിയിൽ പോയിട്ട് അവിടെ നമ്മൾ ആപ്പിളൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ദേവദാരു മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ആ ഒരു കാട്ടിലൂടെയൊക്കെ നമ്മൾ പോയി അതിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന ബിയാസ് റിവറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. എല്ലാം കൊണ്ടും മണാലിയിലെ 2 ദിവസം അടിപൊളിയായിരുന്നു. ആ കാഴ്ചകളൊക്കെ ചാനലുണ്ട്, തീർച്ചയായിട്ടും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇന്നത്തെ വീഡിയോയിൽ മണാലിയിൽ നിന്നും ഡൽഹി വരെയുള്ള വോൾവോ ബസ് യാത്രയും അവിടെ നിന്നും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമായ കുവൈറ്റിലേക്കുള്ള യാത്രയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. മണാലി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വോൾവോ ബസ്സിൽ ഡൽഹിയിൽ നിന്നും എങ്ങനെ മണാലി വന്ന് തിരിച്ചു പോകാം, അതിന്റെ ബഡ്ജറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. മണാലിയിലെ മാൾ റോഡിലെ ഞാൻ താമസിച്ച ഹോട്ടലിലെ റൂമാണിത്. ഇവിടുന്ന് 8 മണിക്കാണ് നമ്മുടെ ബസ്സിന്റെ സമയം പറഞ്ഞിട്ടുള്ളത്. ബസ് സ്റ്റേഷൻ്റെ ലൊക്കേഷനും ബസ് ട്രാക്ക് ചെയ്യാനുള്ള ലിങ്കും ഒക്കെ അവർ വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് 7:30 മണിയാകുമ്പോൾ നമുക്ക് ഒരു ഓട്ടോ എടുത്തിട്ട് ബസ് കാത്ത് നിൽക്കേണ്ട സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ താമസിച്ച റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് മാനേജ് ചെയ്തിരുന്ന 2 പേരാണ്. ഒന്ന് മിസ്റ്റർ കമാൽ ആൻഡ് വന്ദന. അവർ 2 പേരും 2 ദിവസമായിട്ട് ഞാനായിട്ട് നല്ല കൂട്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ബൈ പറഞ്ഞു. അവർക്ക് ചെറിയ ടിപ്സും എൻ്റെ കയ്യിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഓട്ടോ എടുത്ത് നേരെ ബസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ ബസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആ ഒരു യാത്രയിലായിരുന്നു എൻ്റെ ഹോട്ടലിൽ നിന്ന് തിരിച്ചൊരു കോൾ വന്നത് എൻ്റെ മൊബൈലിലേക്ക്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട 1-2 സാധനങ്ങൾ അവിടെ ഹോട്ടലിൽ വെച്ച് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ തിരിച്ചു പോയിട്ട് എടുക്കണം. അങ്ങനെ ആ സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു ബസ് ഉണ്ടല്ലോ, അതിൻ്റെ പാട്ടിന് പോയി എന്ന് വേണം പറയാൻ. പിന്നീട് എന്താ ചെയ്യുക, നേരെ എൻ്റെ ഹോട്ടലിൻ്റെ തൊട്ട താഴെ തന്നെയായിരുന്നു ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആ ഒരു ട്രാവൽ ഏജൻസി. അവരുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ അവർ ആ ഒരു ബസ്സിൻ്റെ തൊട്ട് പുറകിൽ വരുന്ന മറ്റൊരു ബസ്സിൽ എന്നെ കയറ്റി വിടാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഡിമാൻഡ് വെറും 5 മിനിറ്റ് സമയത്തിനുള്ളിൽ അവർ പറഞ്ഞ ആ സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞു. പിന്നെ ആ ഓട്ടോ ഡ്രൈവർക്ക് കുറച്ച് അധികം പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്തെത്തി. അവിടെ ചെന്ന സമയത്ത് അവർ ആ ഒരു ബസ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഉടനെ തന്നെ എൻ്റെ ലഗേജ് കാര്യങ്ങളൊക്കെ മേടിച്ചു അകത്ത് അടുക്കി വെച്ചിട്ട് വേഗം സീറ്റിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഒത്തിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും ബസ്സിൽ കയറിയ ആ ഒരു സന്തോഷത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വ്ളോഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ സൗണ്ടൊക്കെ ഞാനിവിടെ മ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടരുന്നു. മണാലിയിൽ നിന്നും ഡൽഹി റൂട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ചെന്നപ്പോൾ രാത്രി ഡിന്നർ കഴിക്കാനായിട്ട് ഏതൊരു ഹോട്ടലിൽ നിർത്തി. പക്ഷേ അവിടെ എല്ലാവരും നിർത്തി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കുറച്ച് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ബാഗിലുണ്ടായത് കാരണം ഞാൻ അത് കഴിച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നീട് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ചണ്ഡീഗഡ് എത്താനായിട്ടുണ്ട് ബസ്. അവിടെ ചണ്ഡീഗഡ് കുറച്ച് ആളുകൾ ഇറങ്ങാനും അതുപോലെ കുറച്ച് ആളുകൾ കയറുകയൊക്കെ ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഡൽഹി റൂട്ടിലേക്ക് ഒരു അടിപൊളി യാത്രയായിരുന്നു. ഇടയ്ക്ക് ചില റൂട്ടിലൊക്കെ നല്ല മഴയൊക്കെ കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു ബസ്സിലെ യാത്രയും ബസ്സിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങൾ, ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സിംഗ് ബസ് എന്നാണ് ഈ കമ്പനിയുടെ, വോൾവോ ബസ് കമ്പനിയുടെ പേര്. വൈകുന്നേരം സമയങ്ങളിൽ എടുക്കുന്ന വണ്ടികൾക്ക് ആ ഒരു ട്രിപ്പിന് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 650 രൂപ ആ ഒരു റേഞ്ചിലാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. രാത്രി കാലങ്ങളിൽ, അതായത് 8 മണിക്ക് ശേഷമുള്ള ട്രിപ്പിനൊക്കെ ആണെങ്കിൽ ഒരു 100 രൂപയും കൂടെ ചാർജ് കൂടും. ഏകദേശം 850-900 രൂപയുടെ ആ ഒരു രീതിയിലാണ് ചാർജ് വരുന്നത്. സിംഗ് ബസിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാര്യങ്ങളും നമുക്ക് ആ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മണാലിയിൽ നിന്നും നമ്മൾ ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട്, അതായത് ഡൽഹി അല്ലെങ്കിൽ ചണ്ഡീഗഡ് എയർപോർട്ടിൻ്റെ അവിടെ വരെ നമുക്ക് ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാം. ചണ്ഡീഗഡ് അതുപോലെ തന്നെ ഡൽഹി, ഈ 2 ഡെസ്റ്റിനേഷനാണ് ഏറ്റവും ഫ്ലൈറ്റിൽ വരുന്നവർക്ക് ഏറ്റവും ഉചിതം.
എന്തായാലും കുറേ ദൂരം ഞങ്ങൾ യാത്ര ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവരൊരു ഹോട്ടലിൽ കൊണ്ടുവന്ന് നിർത്തി. ഇത് നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഈ തലയുയർത്തി നിൽക്കുന്ന ബസ് ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ സിംഗ് ബസ്. ഇതിലെ യാത്ര അതുപോലെ ആ ഒരു ഓരോ ബസ്സിന്റെ ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സ്മൂത്ത്നെസ്, അടിപൊളി യാത്രയായിരുന്നു. അടിപൊളി ഒരു ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന ആ ഒരു ഫീലാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. വീണ്ടും നമ്മുടെ ബസ്സിൽ യാത്ര തുടരുകയാണ്. കുറച്ച് നേരം നല്ല തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ യാത്ര തുടരുന്നു. ഇപ്പോൾ ഏകദേശം ഡൽഹി എത്താറായിട്ടുണ്ട്. ഒരു 9-9:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തും. ഈ ഒരു റൂട്ടിലൂടെ പലപ്പോഴും ഇതിനു മുമ്പേ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൽഹി എത്താറായി എന്നുള്ളതിനൊരു തെളിവാണ് നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ആ ഒരു മലയുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയല്ല, വെറും വേസ്റ്റിന്റെ കൂമ്പാരം കൂട്ടിയിട്ട ഒരു സംഭവമാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു മലയാണെന്നേ വിചാരിക്കും. അപ്പോൾ എന്തായാലും അതിന്റെ കുറച്ച് മുമ്പ് എത്തുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല സ്മെല്ലൊക്കെ അടിക്കാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മുടെ ബസ് നല്ലൊരു അടിപൊളി വോൾവോ ബസ് ആയത് കാരണം അകത്തേക്ക് അത്ര വലിയൊരു സ്മെല്ലൊന്നുമില്ല. പിന്നീട് കുറച്ചും കൂടെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ബസ് ഒരു സ്ഥലത്ത് കുറച്ച് ആളുകൾക്ക് ഇറങ്ങാനായിട്ട് നിർത്തി. ആ ഒരു സമയത്ത് 1-2 ആളുകൾ വന്ന് ബസ്സിനകത്ത് എയർപോർട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി എൻ്റെ ലഗേജൊക്കെ എടുത്തു. ആദ്യം ഞാൻ വിചാരിച്ചത് ബസ്സിലുള്ള സ്റ്റാഫ് തന്നെയാണെന്നാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവർ ടാക്സി ഓടിക്കുന്ന ആളുകളായിരുന്നു. എന്തായാലും 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അത്രയ്ക്കും ട്രാഫിക്കുള്ള ആ ഒരു സിറ്റിയിലൂടെ ഒരുപാട് നേരം ഏതിലൊക്കെയോ കറങ്ങി അവസാനം എയർപോർട്ടിൽ എന്നെ അവർ കൊണ്ടുപോയി വിട്ടു. എന്തായാലും നമ്മൾ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനലിലെത്തി. ഏകദേശം 1.5-2 മണിക്കൂർ എടുത്തു ട്രാഫിക് ബ്ലോക്കിലൊക്കെ കുടുങ്ങി നമ്മളെ ഇവിടെ എത്താനായിട്ട്. ഒരു ഹോട്ടലെടുത്ത് കുളിച്ച് ഫ്രഷ് ആവാനൊന്നും പറ്റിയില്ല. എന്തായാലും നമ്മളിനി ഇവിടുന്ന് നേരെ ട്രാവൽ ചെയ്യാൻ പോകുന്നത് കുവൈറ്റിലേക്കാണ്. കുവൈറ്റിലെ ഒരു കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 13-14 വർഷത്തോളമായി ഞാൻ ഇവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു കോൺഫിഡൻറ്റ് ഇല്ലാത്തത് കാരണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഇനി അടുത്തായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, കുവൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഡ്രൈ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ നാട്ടിൽ വന്ന് പോവുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു നമുക്ക് വേണ്ട എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമ്മൾ നിറവേറ്റിയിട്ടാണ് തിരിച്ച് കയറി പോകാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൈറ്റിന് സമയമായി, ബോർഡിംഗ് വിളിച്ചു. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരത്തെ യാത്ര. ഇവിടുന്ന് ഡൽഹി ടു കുവൈറ്റ് 3 മണിക്കൂർ 45 മിനിറ്റാണ് ടോട്ടൽ റണ്ണിങ് ടൈം വരുന്നത്.
അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ കുവൈറ്റിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. ബാഗ് കാര്യങ്ങളെല്ലാം എടുത്ത് പുറത്തിറങ്ങി. ഈ ഒരു യാത്രയെക്കുറിച്ച് ചെറിയ 1-2 കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഒരു 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ലഡാക്ക് കാശ്മീർ ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ആദ്യം മുതലുള്ള കാഴ്ചകളൊക്കെ ഞാൻ എൻ്റെ മെയിൻ ചാനലായിട്ടുള്ള മറ്റൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാനലിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. അത് കഴിഞ്ഞ് നേരെ ഒരു ബസ് എടുത്ത് നേരെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. അവിടെ വൈഫ് മോളെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 15 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് വരികയാണ്. ഒരു ചെറിയ സസ്പെൻസ് കൊടുക്കാനായിട്ട് ഞാൻ കറക്റ്റായിട്ട് ഏത് സമയത്ത് വരുമെന്നൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. എന്തായാലും പോയി ബെല്ലടിച്ച് നോക്കാം. അങ്ങനെ അവരെ സോപ്പിടാനായിട്ട് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു 15 ദിവസത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.